ഹായ് ഫ്രണ്ട്സ്, ഞാൻ മേരി ടീച്ചർ. എൻ്റെ നവധാര ഹീലിംഗ് എന്ന് പറയുന്ന ഈ ചാനലിൽ ഒത്തിരിയേറെ ആളുകൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എങ്ങനെ എപ്പോഴും മേരി ടീച്ചർ എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ എങ്ങനെ ചികിത്സകയായി എന്ന് പലരും സംശയം ചോദിച്ചു. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടണമെന്ന് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഈ വീഡിയോ ചെയ്യണം. എൻ്റെ സ്വന്തം വീട് മാളയിൽ മാളപ്പള്ളിപ്പുറത്താണ്. ഞാൻ ചെല്ലക്കുടം ലോനംകുഞ്ഞി റോസിയുടെ മകളാണ്. ഞാൻ മൂത്ത മകളാണ്. എൻ്റെ അമ്മുമ്മയുടെ വീട് എളവൂര് താഴ്ത്ത് വീട്ടി വൈദ്യരുടെ മകളാണ് എൻ്റെ അമ്മുമ്മ. അപ്പോൾ അമ്മുമ്മയുടെ അപ്പനെ സഹായിക്കാനായിട്ട് എൻ്റെ അപ്പനാണ് ഈ മരുന്നൊക്കെ പറിച്ചു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നിരുന്നത്. അതുകൊണ്ട് അപ്പൻ അപ്പൂപ്പനിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് ഓരോ മരുന്ന് പറിക്കാനും ഇതിനൊക്കെ പോകുമ്പോൾ എന്നെയാണ് മരുന്ന് പറിക്കാനൊക്കെ പറഞ്ഞയക്കുക. അതുകൊണ്ട് തന്നെ ഓരോ മരുന്നിനെക്കുറിച്ചിട്ടും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടും ഗണങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് എല്ലാവരും ഒരു ആത്മീയ തലത്തിൽ വളരുന്ന ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒത്തിരി സൈലൻസ് ആഗ്രഹിക്കുകയും ഒത്തിരി ആത്മീയ കൃപകൾ എനിക്ക് നൽകുകയും ഒത്തിരി സഹനത്തിലൂടെ ഞാൻ 2-3 പ്രാവശ്യം എൻ്റെ പഠിപ്പ് നിർത്തിയിട്ട് പോലും ദൈവാനുഗ്രഹം കൊണ്ട് പഠിച്ച് ഞാൻ ഒരു ടീച്ചറായിരിക്കുമ്പോഴും ഞാൻ +2 കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിപ്പ് നിർത്തിയതാണ്. 8ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയതാണ്. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിപ്പ് നിർത്തിയതാണ്. ഇനി പഠിക്കാൻ നിർത്തിയില്ലുണ്ട്. അപ്പോഴൊക്കെ ആരുടെയെങ്കിലുമൊക്കെ സഹായത്തോടെ ഒത്തിരി ക്ലേശങ്ങൾ പട്ടിണിയും പരിവട്ടമൊക്കെ ആയിട്ടാണ് ഞാൻ പഠിച്ചത്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് BEd കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഈ സ്വപ്നം പിന്നെയും ഉള്ളിൽ കെടുക്കുക തന്നെയാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പഠിക്കുമ്പോഴും ഞാൻ ടീച്ചർ ട്രെയിനിങ് BEdനൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് സൈക്കോളജി ആയിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് സയൻസും ഏറ്റവും ഇഷ്ടമായിരുന്നു. അപ്പോൾ സയൻസുമായിട്ടുള്ള പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി പഠിക്കുകയും ഈ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വരുന്ന വീഡിയോയിലും പേപ്പറിലും ഒക്കെ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നല്ല പോലെ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് തന്നെ ഒരു തലവേദന വന്നിട്ട് ഒത്തിരിയേറെ ഞാൻ ചികിത്സിച്ചു. കാരണം ചെറുപ്പത്തിലെ അതും ഒരു കാര്യമായിരുന്നു. ചെറുപ്പത്തിലെ എനിക്ക് എൻ്റെ കാലുമ ഇടയ്ക്ക്, എൻ്റെ വീട് ഞാൻ മാളയിലെന്ന് പറഞ്ഞു, ഒത്തിരി അപ്പനാണെങ്കിൽ നല്ലോണം മീൻ പിടിക്കും. ഒന്നും എൻ്റെ വീട്ടിൽ ഇറച്ചി മീനുമാണ് എന്നും തീറ്റ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്നും എൻ്റെ കാലുമ ഒരു ചൊറി വരും. അത് കൊല്ലത്തിൽ ഒരെണ്ണേ വരുള്ളൂ. അതിങ്ങനെ കാലുമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതല്ല, ഉണങ്ങി തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് എന്നും വെറ്റില വെച്ച് കെട്ടും. വെറ്റില വെച്ച് കെട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ദുഷ്ടമൊക്കെ പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങും. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ കാലുമ കുരു വന്നിട്ട് എൻ്റെ പാവാട അറിഞ്ഞിട്ട് എനിക്ക് സ്ലീപ്പ് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അപ്പൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ വന്ന് ചോദിച്ചു, ഈ കാലും എന്തെങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇത് വന്നിട്ട് സ്ലീപ്പ് പോകാൻ പറ്റില്ല, പാവാട അറിഞ്ഞിട്ട്. അപ്പോൾ അപ്പനോട് പറഞ്ഞു, ചേട്ടാ ഇക്കാലത്തൊക്കെ ഈ പച്ചമരുന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കുമോ, ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ മാറാവുന്ന കാര്യമുള്ളേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രിയിൽ പോയി. എനിക്ക് തോന്നണേ ചിലപ്പോൾ ഒരു 5 ദിവസം പോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു. പിന്നെ എനിക്ക് ആ ചൊറിയ വന്നിട്ടില്ല. അപ്പം ഞാനും അമ്മയെന്ന് പറയും പുളിപ്പിച്ചിരിക്കണം. അമ്മ അപ്പനെ ചീത്ത പറയും. ഞാനും അപ്പനെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനാണ് എനിക്ക് തന്നത്. അപ്പോൾ അപ്പനെ കുറേ ചീത്ത പറയും, ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടല്ലേ. അപ്പം ഞാനും അപ്പനെ കുറേ ചീത്ത പറഞ്ഞു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായി. അങ്ങനെയാണ് ഞാൻ കണ്ണട വയ്ക്കുന്നത്. കണ്ണിന് കാഴ്ചയ്ക്കൊന്നും ഒരു കുറവില്ല. പക്ഷേ തലവേദന എന്ത് ചെയ്താൽ തലവേദന മാറുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, തലവേദന ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ട. അങ്ങനെ തന്നെ ഇവിടെ പൊങ്ങുന്നത് ഒരു വൈദ്യനുണ്ടായിരുന്നു. അങ്ങോട്ട് വന്നിട്ട് എൻ്റെ തലയിൽ മരുന്നൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കും. 10-15 കുടം അത് കഴിഞ്ഞ് അത് വലിഞ്ഞ് കഴിയുമ്പോൾ 15 കുടം വെള്ളം തലയിൽ ഒഴിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ തലയിലുള്ളിലുള്ള കഫ ഇറങ്ങി വന്നില്ല. അപ്പോൾ എൻ്റെ അമ്മാവനായിരുന്നു UA റാപ്പൽ എന്ന് പറഞ്ഞിട്ട് സെൻറ്റ് തോമസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. അപ്പോൾ അങ്ങോട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഈ കുറേ കാലം എന്നോട് പറയുന്നു. അപ്പം ഞാൻ
വിചാരിക്കും ഈ പ്രകൃതി ചികിത്സ എന്നൊരു ഭക്ഷണം നിയന്ത്രിക്കണം, അപ്പം വെച്ചത് അപ്പം കഴിക്കാൻ പറ്റുള്ളൂ, പിന്നെ കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ MAക്ക് പഠിക്കണു, കുട്ടിയുണ്ട്, അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ട്. പക്ഷേ ഇതെന്ത് ചെയ്താൽ മാറാണ്ടായപ്പോൾ ഞാൻ ഒരു ദൈവനിമിത്തം പോലെ ഈ പ്രകൃതി ചികിത്സയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ 10 ദിവസം എൻ്റെ ഫുഡ് ഞാൻ ജ്യൂസുകൾ മാത്രം, ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ജ്യൂസുകൾ ഞാൻ കഴിച്ചു എന്നുള്ളത്. അപ്പോൾ ആ ജ്യൂസുകൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള കഫം കട്ടയായിട്ട് എന്തുമാത്രം കഫം പോയെന്ന് ഒരു പിടിയിൽ, അത്രമാത്രം സ്കൂളിൽ വെച്ചിട്ടാണ് കഫമൊക്കെ നെഞ്ചിലിറങ്ങി വന്നപ്പോൾ ശ്വാസം പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ഈ മുരിങ്ങയുടെ ഇല ഇതാക്കിയിട്ട് അടിച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ജ്യൂസ് അടിച്ചിട്ട് അത് കുടിച്ചു. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളം കുടിച്ചിട്ട് ഛർദ്ദിച്ച് നെഞ്ചിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കഫമൊക്കെ ഛർദ്ദിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ കഫം മുഴുവനും പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായി. പിന്നെ എനിക്ക് ഒരിക്കലും തലവേദന വന്നിട്ടില്ല. ഞാൻ എപ്പോൾ എനിക്ക് അസുഖം വന്നാലും ഞാൻ ഈ പ്രക്രിയ ചെയ്യും. പിന്നെ എനിക്ക് കുമ്പളങ്ങ നീരൊന്നും ഈ മുരിങ്ങ നീര് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. കാരണം എൻ്റെ കുറച്ചെന്തെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെറിയ ചൂടുവെള്ളം കുടിക്കും. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആ പ്രക്രിയ എൻ്റെ കഴുത്തിൽ തൊണ്ടയിലുള്ള കഫമൊക്കെ പോയി ചുമയുടെ എപ്പോഴെങ്കിലും ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ഭക്ഷണം തരുമ്പോൾ ഇനി അവർക്ക് ഞാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പം അറിയാം, എനിക്ക് വേണ്ടാത്തൊരു ഭക്ഷണം കഴിച്ചാൽ അപ്പം എൻ്റെ ശരീരം റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ ഇതായി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ധ്യാനത്തിലേക്കൊക്കെ പിന്നെയും എനിക്ക് ഭയങ്കര ചെസ്റ്റ് പെയിൻ പോലെ വന്നു. അസുഖം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ എനിക്ക് ഇംഗ്ലീഷ് മരുന്നിനോടൊന്നും താല്പര്യമില്ല. എന്നാൽ പിന്നെ ഹോമിയോ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ ഇത് മാറുന്നില്ല, ഹോമിയോ കഴിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല. അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചു ധ്യാനത്തിന് പോകാമെന്ന് വിചാരിച്ചു. ധ്യാനത്തിന് പോയി ചെന്നപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ടീച്ചറെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വിഷമങ്ങളും വേദനകളും ഒക്കെയാണ് ഈ രോഗങ്ങളായിട്ട് മാറുന്നത്. അതുകൊണ്ട് ടീച്ചർ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടണമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ മനസ്സിൻ്റെ വേദനകളൊക്കെ ഒരു ടീച്ചർ പേപ്പറിൽ എഴുതാം, അത് ഓരോ ജീവിതാനുഭവങ്ങളും പേപ്പറിൽ എഴുതാം. അപ്പോൾ നമ്മൾ ഒത്തിരി കരയും. നമ്മൾ എല്ലാം അടിച്ചമർത്തിപ്പെട്ട രോഗങ്ങളൊക്കെയും നമ്മൾ കരഞ്ഞ് ഓരോന്നും എഴുതുമ്പോൾ നമ്മൾ കുറേ കരയും. നമ്മുടെ മനസ്സ് ഫ്രീ ആവണം. അങ്ങനെ കരഞ്ഞിട്ട് ഞാൻ കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടാനായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴും എൻ്റെ വിചാരത്തിൽ ഈ അസുഖങ്ങളൊക്കെ ഇത് കഴിച്ചാൽ ഇങ്ങനെ ഇതൊന്നും ചെയ്താലും മാറുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറേ ദിവസം ഈ ഹോമിയോ മരുന്ന് കഴിച്ചിട്ടും ഇത് മാറാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, ഈ മനസ്സിനേറ്റ വേദനകളൊക്കെ രോഗങ്ങളായിട്ട് മാറുമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താ അങ്ങനെ ചോദിച്ചത്, എന്താ സംശയം, എന്താ അങ്ങനെ ചോദിച്ചതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഈ ആന്തരിക സൗഖ്യ ധ്യാനത്തിന് പോയി. അവിടെ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പോണതിന് മുന്നേ തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ ഞാനിങ്ങനെ കുറേ ഇരുന്ന് കരഞ്ഞ് നമ്മുടെ എല്ലാ വിഷമങ്ങളും വേദനകളും കരഞ്ഞു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ടും കുറേ കരഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരോടും ക്ഷമിക്കാൻ പറഞ്ഞു. ക്ഷമിച്ച് എന്നെ വേദനിപ്പിച്ച ഓരോ വ്യക്തികളും ഞാൻ മനസ്സിൽ കണ്ട് അവരോട് ക്ഷമിച്ചു. പിന്നെ എനിക്ക് വൈദികരോടൊക്കെ ഭയങ്കര അവരെന്നോട് നെഗറ്റീവായിട്ട് ഒരു വൈദികം പെരുമാറിയതിൻ്റെ പേരിൽ എനിക്ക് ഒത്തിരി അവരെയൊക്കെ ദേഷ്യമായിരുന്നു. അപ്പോൾ അവിടെ വെളിപ്പെടുത്തി. അവർ തന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ കൗൺസിലിംഗ് ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു വൈദികം മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അതോട് ക്ഷമിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞു. ഞാൻ പറയിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഹാളിൽ ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോഴും ഇത് തന്നെ ഒരു ബ്രദർ ആവർത്തിച്ചു. അപ്പോൾ ഞാൻ ഒത്തിരി ആത്മാർത്ഥമായിട്ട് ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പം എനിക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ് രോഗശാന്തി വരം, രോഗം അറിയാനുള്ളൊരു കഴിവ്. അതെനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളുടെ അടുത്ത് ഞാൻ അനുഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും വേദന എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുകയും ചെയ്യുന്നു. അത് ഞാൻ വേണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ബസ്സിലിരിക്കുന്ന ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ ഹാർട്ട് പേഷ്യൻറ്റിൻ്റെ വേദന എനിക്ക് തരും, അല്ലെങ്കിൽ ഛർദ്ദിക്കുകയാണെങ്കിൽ എനിക്കൊപ്പം ഛർദ്ദിക്കാനും. അങ്ങനെ ഒത്തിരി വേദന ഞാൻ അനുഭവിച്ചു. ഒത്തിരി ഒരു സ്ഥലത്ത് പോകാൻ പറ്റാണ്ട്. കാരണം എല്ലാവരും വേദന എൻ്റെ ശരീരത്തിൽ അനുഭവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സൈക്കോളജിസ്റ്റ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ടീച്ചർ ആരെക്കുറിച്ച് ചിന്തിക്കേണ്ട, ആരെക്കുറിച്ചിട്ട് ആരെടുത്തും. ഞാൻ പറഞ്ഞു, ടീച്ചറാകുമ്പോൾ എനിക്കിതൊക്കെ പറ്റുമോ അങ്ങനെ ചെയ്യാണ്ടിരിക്കാനൊക്കെ. അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ ഞാൻ കടന്നു വന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ അന്നൊന്നും പ്രകൃതി ചികിത്സയ്ക്ക് ആർക്ക് വേണമെങ്കിലും ചികിത്സിക്കാം. കാരണം മരുന്നില്ലാത്ത ചികിത്സയാണല്ലോ. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഈ കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ മേടിച്ച് വായിക്കും, പഠിക്കും. പിന്നെ എനിക്ക് തോന്നി ഇതൊരു ഡിഗ്രി, ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് എന്തുമാത്രം അറിവുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല, ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമാണെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ DNYS എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ്, ഡിപ്ലോമ ഇൻ യോഗ നാച്ചുറോപ്പതി DNYT എന്ന് പറഞ്ഞിട്ട് MG യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച കോഴ്സ്, അതുപോലെ തന്നെ BSc നാച്ചുറോപ്പതി, MSc നാച്ചുറോപ്പതി, MSc സൈക്കോളജി, പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ്, സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ യോഗ ആൻഡ് മെഡിറ്റേഷനും, പിന്നെ യോഗ നാച്ചുറോപ്പതി, ഇതൊക്കെ ഞാൻ പഠിച്ചു. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ സ്ഥാപനം കൊണ്ട് നടന്നിരുന്നത്. ഈ പഠിച്ച സാധനങ്ങളെക്കാൾ ഉപരി എനിക്ക് ദൈവം പറഞ്ഞു തരുന്ന ഇന്ന രോഗത്തിന് ഇന്നത് ചെയ്തെന്ന് എനിക്ക് ദൈവികമായ വെളിപ്പെടുത്തൽ കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ മരുന്നുകളൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ താമസിക്കുന്നത് കോലയിലാണ്. ഒത്തിരി ഒരു അത്തേക്കാട് എന്ന് പറയാൻ തന്നെ കാടിൻ്റെ ഹിമാലയ സഹ്യ പർവ്വതത്തിൻ്റെ ഒരു ഭാഗമാണ് അത്തേക്കാട്. അതിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ ഒത്തിരി റൂറൽ ഏരിയ ആയതുകൊണ്ട് മരുന്ന് കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. മരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറിച്ച് കളയുന്ന ഈ തുളസിയും കറുകയും മുക്കുറ്റിയും നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന അത് തിളപ്പിച്ചിട്ടുള്ള വെള്ളവും അത് പച്ചയായിട്ട് അടിക്കാൻ പറ്റുന്ന പച്ചയായിട്ട് കൊടുക്കുന്ന ഇതുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു മരുന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ പ്രധാന ചികിത്സ മുരിങ്ങയാണ്. ആ മുരിങ്ങ ഉപയോഗിച്ചുകൊണ്ട് മുരിങ്ങയുടെ ഈ സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മുരിങ്ങയുടെ പൂവും കായൊക്കെ പൊടിച്ച് അത് കൊടുത്ത്, അപ്പോൾ അതിന് ഓരോ പേരുകൾ ഞാൻ പറഞ്ഞു. ഈ മുരിങ്ങ ബേസ്ഡുള്ള സാധനങ്ങളാണ് അധികവും ഞാൻ, വേറെ ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു പെട്ടി മരുന്നോ, പിന്നെ കുറച്ച് കടുക്ക, ജാതിക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതുപോലെ ഒത്തിരി കണ്ണിനും തലയ്ക്കും ഇതിനൊക്കെ അങ്ങനത്തെ കൊച്ചു മരുന്നുകളല്ലാണ്ട് ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഒത്തിരിയേറെ മരുന്നുകൾ വെറുതെ പറിച്ച് നശിപ്പിച്ച് മുറ്റത്ത് കറിയാൻ ചെയ്തു. അതുപയോഗിച്ച് മാത്രം ഞാൻ ചെയ്തൊരു ചികിത്സ, എന്നിട്ട് കിട്ടിയ റിസൾട്ടുകളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് വളർന്നു വന്നു. പിന്നെ ഒത്തിരി പേരായി. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു, അതായിരിക്കാം ഡോക്ടർമാർക്ക് ഞാൻ ഇത് പ്രചരിപ്പിച്ചു. എനിക്ക് കിട്ടിയ അറിവ്, കാരണം ഞാൻ ഒരു ടീച്ചറല്ലേ, ഇപ്പോൾ എവിടെ ക്ലാസ്സിന് പോയാലും ഒത്തിരിയേറെ ക്ലാസ്സുകൾ ഞാൻ ചെയ്തു. ഇംഗ്ലീഷ് സ്കൂളുകളിലും കോളേജുകളിലും ഇതിലും എവിടെ എനിക്ക് അത് ഒരു ദൈവപ്രേരണയാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. എവിടെ ഒരു ചാൻസ് കിട്ടിയാലും 4 വാക്ക് ഇതിനെക്കുറിച്ച്, നമ്മുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷണം, എങ്ങനെ ഭക്ഷണ നിയന്ത്രണത്തിൽ, ഇത് മാത്രമേ ഉള്ളൂ. ഭക്ഷണം എങ്ങനെ നിയന്ത്രിച്ച്, നമ്മൾ കഴിച്ച ഈ ഇറച്ചിയും മീനും മുട്ടയും പയറും ഒക്കെ കഴിച്ച്, കടലയും പയറും പരിപ്പും ഇതൊക്കെ അധികം കഴിച്ച് അത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കാതെ കഫമായിട്ട് മാറി, ആ കഫം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടി അത് അവിടെ കൂടി അടിഞ്ഞിരിക്കുമ്പോൾ ഇപ്പോൾ ക്യാൻസർ പോലും ഉണ്ടാകുന്ന എൻ്റെ നിഗമനമാണിത്. ശാസ്ത്രീയമായി ചികിത്സിച്ചതൊന്നുമല്ല, ഞാൻ ചികിത്സിച്ചിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ ബേസിൽ ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ കഫം ഇവിടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ കഫം അടിഞ്ഞുകൂടാം. ആ ഭാഗത്ത് അടിഞ്ഞുകൂടുമ്പോൾ അവിടുത്തെ സെല്ലുകൾ ഇങ്ങനെ ഇപ്പോൾ ഒരു പുല്ലൊക്കെ മുകളിൽ ഒരു എന്തെങ്കിലും കിടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുല്ലൊക്കെ അവിടുത്തെ നശിച്ച് അതിന് ഇതില്ലാണ്ട് പച്ചപ്പായിട്ട് അതൊന്നുമില്ലാണ്ട് നശിച്ചു പോകും. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ കഫം നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ സെല്ലുകൾ മുഴുവനും നശിക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ നമ്മൾ അത് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ അത് സ്പ്രെഡായി വേറെ ഭാഗത്തേക്ക് വരുന്നതാണെന്നാണ് എൻ്റെ നിഗമനം. അതെനിക്ക് സത്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ക്യാൻസർ ബ്രസ്റ്റ് പൊളിച്ച ആൾക്കാർ, ഞാൻ എല്ലാവർക്കും ഈ കഫം അടക്കാനുള്ള മരുന്ന് ഈ തുളസിയും കറുകയും ഈ മുരിങ്ങയുടെ എല്ലാം ഇതുകൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ ലക്ഷ്യം ഇത് തന്നെയുള്ള കഫവും നീരും ഇതിൽ പോകും, പിണ്ടിയുടെ നീരും അതുപോലെ തന്നെ തഴുതായ്മയും മൂക്കിറ്റിയും ഇതൊക്കെ കഫം നീര് പോകാനുള്ള സാധനങ്ങൾ. കഫം അടക്കാൻ തുളസി, മുരിങ്ങയുടെ ഇല, ഈ വേപ്പിൻ്റെ ഇല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. പണ്ട് കാലത്ത് തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. ഇത്ര മാത്രം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അനുഭവിച്ച് എൻ്റെ ജീവിതം തന്നെ ബലിയർപ്പിക്കേണ്ടി എനിക്ക് വന്നത്. ബന്ധുക്കൾക്കൊക്കെ ഞാൻ ജയിൽ പുള്ളിയാണ്. അതുകൊണ്ട് അവർക്ക് എന്നോട് സംസാരിക്കാൻ പോലും നാണക്കേടാ. എന്നൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ നാണക്കേടാ. ഞാൻ ഒരു സ്ഥലത്ത് എൻ്റെ മക്കളുടെ കൂടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കൂടെ ഒന്നും ഞാൻ പോകാറില്ല. കാരണം അവർക്ക് നാണക്കേട് ഞാനായിട്ട് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. ആലോചിച്ച് നോക്കുക എത്രമാത്രം ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത്.
അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ സ്ഥാപനം എൻ്റെ ചോരയും നീരും എൻ്റെ എല്ലാം ഞാൻ ഇതാക്കിയിട്ട് എല്ലാത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞാനിത് ചെയ്തത്. ഇത് പണം ഉണ്ടാക്കാനല്ല. ദൈവത്തിന് ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളുണ്ടാവും ദൈവത്തിൽ നിന്ന്. അത് ചിലപ്പോൾ എന്നിൽ അർപ്പിച്ചത് അതുകൊണ്ടായിരിക്കും. നമ്മൾക്ക് ദൈവം തന്നൊരു അനുഗ്രഹം അത് ഉപയോഗിക്കാണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ. അത്ര ആത്മീയതയിൽ ഞാൻ ജനിച്ചെന്നും തുടങ്ങി ഇന്നവരെ ഞാൻ ആ സത്യത്തിൽ നീതിയിൽ ഞാൻ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ആരുമില്ലെങ്കിലും ദൈവം എൻ്റെ തുണയായി എത്തുമെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അങ്ങനെയാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ഞാനൊരു ബെസ്റ്റ് ടീച്ചർ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടിയതും ഒരു രാഷ്ട്രീയവും ഇല്ല, ഒന്നുമില്ലാത്ത ഒരാൾക്ക് എനിക്ക് ദൈവം വിളിച്ചു കൊണ്ടു തന്നതാണത്. അതുപോലെ എൻ്റെ ഈ പ്രാർത്ഥനയും എൻ്റെ കണ്ണീരും ദൈവം കാണും. പക്ഷേ വെയിറ്റ് ചെയ്യുന്നത് വലിയൊരു നിധി എനിക്ക് ചിലപ്പോൾ തരാനായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഞാൻ ഒത്തിരിയേറെ ധ്യാനങ്ങളിൽ പങ്കെടുത്തു. മെഡിറ്റേഷൻ, ഞങ്ങളുടെ ക്രിസ്തീയമായിട്ടുള്ള കുറേ ധ്യാനങ്ങളിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും കുറേയും കൂടി ഉയർന്നു തോന്നിയിട്ട് സ്വയം ഞാൻ ഉള്ളിലേക്ക് വന്നു. ആത്മീയമായിട്ടുള്ള എന്നെ തന്നെ എന്നിലേ തന്നെ ആ ഹീലിംഗ് പവറിന് ഉയർത്തി ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന ആൾക്കാരായാലും ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറയും ഇന്നതാണ് നിങ്ങളുടെ രോഗം. അങ്ങനെ കിട്ടിയ കഴിവാണ്. അത് വെച്ചിട്ടാണ് എനിക്ക് എല്ലാവരും ചികിത്സിക്കാനോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് വേണ്ട. കാരണം അത്യാവശ്യം നല്ല ഒരു പെൻഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പേഷ്യൻ്റ് എനിക്ക് ചികിത്സിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ അറിവുകൾ ഞാൻ ചെറിയ ഇതുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ഇത് വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിക്കാനോ ഒന്നുമല്ല. പക്ഷേ വൈദ്യശാസ്ത്രം തോൽക്കുന്നിടത്ത് പ്രകൃതി വിജയിക്കുന്നതിൻ്റെ ദൃക്സാക്ഷികളായിട്ട് അതുകൊണ്ടാണ് ആളുകളെ ലൈവായിട്ട് തന്നെ ഞാൻ കാണിക്കുന്നത്. ആരെയും പിടിച്ചു നിർത്തി പൈസ കൊടുത്ത് നിർത്തിയതല്ല. അവർ തന്നെ ടീച്ചറെ ഇത് വിളക്ക് കൊളുത്തി പറയുടെ അടിയിൽ വെച്ച് ആരും കാണില്ല, അത് ദീപത്തിന് മുന്നിൽ വെച്ചാൽ മാത്രമാണ് പ്രകാശിച്ച് എല്ലാവർക്കും വെളിച്ചം കിട്ടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ നിർബന്ധപ്രകാരം തന്നെ ഞാൻ പിടിച്ചു. ഈ 6 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരാളുടെ ഒരു വീഡിയോ എൻ്റെ കയ്യിലില്ല. അല്ല, അന്ന് ഞാൻ ചെയ്ത വീഡിയോകളാണിതെല്ലാം. അപ്പോൾ അത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഭരണാധികാരികൾക്ക് ഒരു വെളിച്ചം പറഞ്ഞുകൊണ്ട് എന്നെ ഈ കേസിൽ നിന്ന് മോചിപ്പിച്ച് ഈ സ്ഥാപനം തുടങ്ങി മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറാനായിട്ട് സഹായിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നന്ദി.